നമസ്കാരം. ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിന് കിക്ക് ഓഫ് ആകാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഒരുങ്ങി. സ്റ്റേഡിയത്തിലെ ഗാലറികൾ നിറഞ്ഞു. അവിടെ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള സംഗീത പരിപാടികൾ നടക്കുന്നു. ഇനി നൃത്തമാണ് ഫുട്ബോൾ താരങ്ങളുടെ. ലയണൽ മെസ്സിയുടെയും സംഘത്തിന്റെയും റോദ്രിയുടെയും സംഘത്തിന്റെയും സ്പെയിന്റെയും അർജന്റീനയുടെയും ടീം അംഗങ്ങൾ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ തയ്യാറാണ്. നിർണായകമായിട്ട് 3 മാറ്റങ്ങൾ അർജന്റീന ടീമിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരഡേസ് മധ്യനിരയിൽ ഇതുവരെ കളി മെനഞ്ഞിരുന്ന പരഡേസ് ഇല്ലാതെയാണ് അർജന്റീന എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാലും കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ ഡാനി പോൾ ഉണ്ട്. ഡാനി പോളിനോടൊപ്പം എനിക്ക് തോന്നുന്നു അവിടെ സ്പോർട്സ് മിനിസ്റ്ററും ഉണ്ട്. ഡാനി, കറുകപ്പള്ളിയിലെ ഫുട്ബോൾ ആവേശം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെയാണോ മിനിസ്റ്ററും എത്തിയിട്ടുള്ളത്? എന്തോ കറുകപ്പള്ളിയിൽ നമ്മൾ പലതവണ പങ്കുവച്ചിരുന്നത് പുതിയൊരിടമാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് വലിയ രീതിയിൽ വിപുലമായി തയ്യാറാക്കിയ ഒരിടത്താണ് നമ്മളുള്ളത്. നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഒരു ആഘോഷം, സത്യത്തിൽ ഇതിന് ആഘോഷമായി പങ്കുവയ്ക്കുന്നത് നവാസ് മീനാനുണ്ട്, മന്ത്രി ഇവിടെയുള്ള മേയർ ഇവിടെ ചേർന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അതൊക്കെ മന്ത്രിയിലേക്ക് പോയിട്ട് വളരെ ആവേശത്തിലാണ് മുഴുവനായിട്ട് ഫേവറേറ്റ് ടീം അർജന്റീന തന്നെയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വാർട്ടറിന്റെ സമയത്ത് തുറന്ന് പറഞ്ഞതാണ്. അതുവരെയൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഫേവറേറ്റ് ടീം അർജന്റീനയാണ്. ഇന്ന് സ്വാഭാവികമായിട്ട് അർജന്റീന കളി വിജയിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ അർജന്റീന ഫാൻസാണ് ഈ ഗോളിനകത്തുള്ളതൊക്കെ. ഇവിടെ കളിയാണെന്നത് വലിയ അനുഭവം കൂടിയാണ്. മെസ്സിയുടെ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്ന ഇതാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നോ? എന്താണ്? അല്ല, മെസ്സി വേൾഡ് കപ്പിനെ വിരമിക്കുള്ളൂ. പക്ഷേ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് വിരമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനതയുണ്ടല്ലോ ലോകമാകെ തന്നെ. പിന്നെ അദ്ദേഹം അവസാനമായി കളിക്കുന്ന വേൾഡ് കപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ, അർജന്റീനയാണ് എല്ലാ കാലത്തും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം എന്ന് പറയുന്നത്. പിന്നെ അതിപ്പോ അങ്ങനെ അന്ധമായ ആരാധന പോലെ എടുത്ത് പറഞ്ഞു നടക്കാറില്ല. അല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ വാദമൊന്നുമില്ല. വളരെ സൗമ്യമായി കണ്ട് ആസ്വദിക്കാൻ പോവാ, അത്രയേ ഉള്ളൂ. ഏതായാലും നമ്മൾ പറയുന്നത് അർജന്റീന എന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് KFM പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ലോകകപ്പിന്റെ വലിയൊരു ആവേശമൊക്കെ കിട്ടുമ്പോൾ KFM പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത്? അല്ല, വേൾഡ് കപ്പിനെ കേരളം ഈ തവണ പുതിയ രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള ഒരു വ്യൂയിങ് ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് അമേരിക്കയിൽ പോയി കളി കാണുന്ന അതേ ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു കൂട്ടായ്മയാണ്. ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആഘോഷം, ഒരു കൂട്ടായ്മ, കുറേയധികം നല്ല മെമ്മറികൾ മനസ്സിൽ വയ്ക്കാനായിട്ടുള്ള ഒരു അവസരം. വൈകാതെ കേരള ഫുട്ബോളിന് ഇതുപോലുള്ള ഒരു നമുക്ക് വേണ്ടത് കളി കാണാൻ വരുന്ന ആൾക്കാരാണ്. ഇതൊരു വലിയ പ്രചോദനമാണ്. വേൾഡ് കപ്പ് കാണാനായിട്ട് ആൾക്കാർ വരിക എന്ന് പറയുന്നത് നമ്മളുടെ കളി കാണാനും ഇനി ആൾക്കാർ വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വലിയ ആവേശങ്ങളിലൂടെ ആലോചിച്ച മുന്നിലേക്കാവോ? എങ്ങനെയുണ്ട്? വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ലോകത്തിലാകമാനമുള്ള ഫുട്ബോൾ ആരാധകർ. അർജന്റീന കപ്പ് ഉയർത്തുന്ന തീവ്രമായിട്ടുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാം വലിയ അതിൽ പങ്കുചേരുകയാണ്. ആലോചിച്ചത് പൊതുവിലൊരു ശ്രദ്ധാകേന്ദ്രമാണിപ്പോ. അതിനൊപ്പം തന്നെ ഈ ഫുട്ബോൾ ആവേശമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആവേശത്തിലാകണമല്ലോ. ലോകത്താകമാനമുള്ള ആളുകൾ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആവേശത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. വലിയ ആവേശത്തിൽ എന്തായാലും എന്തോ ഈ കാണുക വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റേഡിയം, അതിന്റെ
ആ രീതിയിലേക്ക് എല്ലാം തന്നെ കടന്നു വരികയും ചെയ്യുന്നത് ഈ ശ്രീനിധി MLA ഏതാണ്ട് അവിടെ കാണുന്നുണ്ട്. അവിടെയും കളി കണ്ടു, അവിടെയും ഫിഫ വാച്ച് പാർട്ടി കണ്ടു. ഇവിടെ കേരളത്തില് ആദ്യമായിട്ടാണ് ഫിഫ വാച്ച് പാർട്ടി നമ്മൾ നേരിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അവിടത്തേക്കാളും നല്ല രീതിയിലാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോകം മുഴുവൻ അർജന്റീന ആരാധകർ കാത്തിരിക്കുകയാണ് മെസ്സി ഒരിക്കൽ കൂടി കപ്പെടുക്കണമെന്ന്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മാനാണ്, യമാല് കപ്പോടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരാധകരെല്ലാം തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ രീതിയിലാണ് എന്തോ നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഇറങ്ങാം. ഇതിപ്പോൾ Map here. Directions here. There, Mahindra's electric XCV90 comes with a straight ahead display. So you can see directions, speed info and blind spots right. കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഡാനി പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഡാനി പോൾ അവിടെ ഇൻഡോസ്റ്റേഡിയത്തിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നൽകുമ്പോൾ വലിയ ശബ്ദാരവമാണ്. സ്വാഭാവികമായും ഈ പറയുന്ന പോലെ ഈ ഫാൻ പാർട്ടി, വാച്ച് പാർട്ടിയൊക്കെ ലോകവേദിയിൽ കാണാറുണ്ട്. കേരളത്തിലും ഇതുപോലെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം എത്രമാത്രമാണ് എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അർജന്റീന സ്പെയിൻ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ന്യൂ ജേഴ്സിയിൽ. നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്, അനീഷ് കുമാറിലേക്ക്. ഒപ്പം ഈ ടീമിന്റെ ലൈനപ്പിലുണ്ടായ മാറ്റങ്ങളിൽ വിദഗ്ധ അഭിപ്രായം നമ്മൾ തേടും. അതിനു മുമ്പ് ഞാൻ കോഴിക്കോട് പുത്തൻപാലത്തുള്ള ആ ഫുട്ബോൾ വേദിയിലേക്ക്, ആ പ്രദർശന നഗരിയിലേക്ക് പോകുന്നു. അനീഷ് കുമാർ, നമുക്കറിയാവുന്നതുപോലെ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പാരഡൈസ് ഇല്ലാതെയാണ് അർജന്റീന കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. റോഡ്രിഗോ ഡീപ്പോളും കളത്തിലേക്ക് എത്തുന്നു. മൊണ്ടിയൽ, മൊളിനയ്ക്ക് പകരം മൊണ്ടിയലും. അപ്പോൾ അങ്ങനെ എന്താണ് തോന്നുന്നത് അനീഷ്?